ഇറാനിലെ മിനാബിലെ സ്കൂളിൽ പതിച്ചത് അമേരിക്കൻ ടോമഹോക്ക് മിസൈൽ എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. RGCയുടെ നാവികത്താവളം ലക്ഷ്യം വെച്ചുള്ള ടോമഹോക്ക് മിസൈലാണ് സ്കൂളിൽ പതിച്ചതെന്നാണ് സൂചന. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. മിനാബിലെ സ്കൂളിൽ മിസൈൽ വീണ 165 വിദ്യാർത്ഥിനികളാണ് കൊല്ലപ്പെട്ടത്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ കൂടി വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു. ദിലീപ്, ശരിക്കും അമേരിക്ക ഇതുവരെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും ലോകം വല്ലാത്ത ആശങ്കയിലായി വാർത്ത അറിഞ്ഞതിന് ശേഷം പറയൂ വിവരങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളിക്കൊണ്ടാണ് ഈ ഇറാനിലെ മിനാബ് മേഖലയിൽ അവിടുത്തെ സ്കൂളിൽ ഈ അമേരിക്കയുടെ ടോമഹോക്ക് മിസൈൽ പതിച്ചു എന്ന കാര്യം വ്യക്തമായിരിക്കുന്നത്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത് ഇറാന്റെ ഭാഗത്തുള്ള ഒരു മിസൈലാണ്, ഇറാൻ ഉപയോഗിക്കുന്ന മിസൈലാണ്. അത് ലക്ഷ്യം തെറ്റി ആ സ്കൂളിൽ പതിച്ചത്. അവർക്ക് എങ്ങനെയാണ് ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടത്, മിസൈലുകൾ ഉപയോഗിക്കേണ്ടത് എന്നതുപോലും അറിയില്ല. അലക്ഷ്യമായി അത് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ആ സ്കൂളിലേക്ക് പതിക്കാൻ ഇടയാക്കിയത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അത് തെറ്റാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളും മാധ്യമങ്ങളുമൊക്കെ. അവരുടെ വിശദമായ പരിശോധനയിൽ ഇത് അമേരിക്കയുടെ ടോമഹോക്ക് മിസൈലാണ് ആ സ്കൂളിലേക്ക് പതിച്ചത്. 165 കുട്ടികളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 5 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും. രാവിലെ അവർ പഠനാവശ്യത്തിനായി ക്ലാസ്സിലിരിക്കുമ്പോഴാണ് ഈ മിസൈൽ വന്ന് അവിടെ പതിക്കുന്നത്. സമീപം തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ് കോപ്സിൻ്റെ ഒരു പ്രത്യേക താവളം അവിടെ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ലക്ഷ്യം തെറ്റിയാകാം ഇവിടേക്ക് പതിച്ചിട്ടുള്ളത്. ഏറ്റവും മാരകമായ മിസൈലാണ് ടോമഹോക്ക് എന്ന് പറയുന്നത്. ഏതാണ്ട് 450 കിലോ സ്ഫോടന ശേഷിയുള്ളതാണ്. അത് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പോലും ഭൂതല പരിധിയിലൂടെ, ഭൂതലത്തിന് മുകളിലൂടെ തന്നെ അതിവേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലാണ് ഈ ടോമഹോക്ക് എന്നത്. അത് നേരത്തെ അവിടെ അമേരിക്കയിൽ തദ്ദേശീയരായ ആളുകൾ അവർ ഉപയോഗിച്ചിരുന്ന, എറിഞ്ഞ് വീഴ്ത്തുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധത്തിൻ്റെ ആ പേരിൽ നിന്നാണ് ഈ ടോമഹോക്ക് എന്ന പേരിലേക്ക് അമേരിക്ക എത്തിയത്. ഇത് 87-ൽ ശീതയുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗനും റഷ്യൻ പ്രസിഡന്റായിരുന്ന ഗോർബച്ചേവും തമ്മിലുണ്ടാക്കിയ ഒരു കരാറിനെ തുടർന്ന് അന്ന് ഈ ആയുധം ഇത് ഉപയോഗിക്കുന്നതിന്, ടോമഹോക്ക് മിസൈൽ ഭൂതല പരിധിയിലൂടെ ഉപയോഗിക്കുന്നതിന്, അത് കരമാർഗം ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ 2019-ൽ അമേരിക്ക ഈ കരാറിൽ നിന്ന് പിന്മാറി. സോവിയറ്റ് യൂണിയൻ തകർന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പിന്നീട് അമേരിക്ക ഈ കരാറിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അത് ആകാശമാർഗവും കടൽ മാർഗവും അത് ഉപയോഗിക്കാം എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ കരമാർഗം അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു നിബന്ധന അന്നുണ്ടായിരുന്നു, ആ കരാറിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക പിന്നീട് 2019-ൽ ആ കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഏതായാലും ഏറ്റവും മാരകമായ ഈ മിസൈൽ 5000 കിലോമീറ്റർ റേഞ്ച് പരിധിയുള്ളതാണ്. ഇത് ലോകത്ത് തന്നെ അപൂർവം രാഷ്ട്രങ്ങൾക്കേ അമേരിക്ക ഈ മിസൈൽ കൈമാറിയിട്ടുള്ളൂ. അമേരിക്ക, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഈ ടോമഹോക്ക് മിസൈലുകൾ ഉള്ളത്. മറ്റൊന്ന്, ഈ അടുത്ത കാലത്ത് ജപ്പാൻ 400ഓളം മിസൈലുകൾ അമേരിക്കയിൽ നിന്ന് ഈ ടോമഹോക്ക് മിസൈലുകൾ വാങ്ങിയിരുന്നു. പക്ഷേ അങ്ങനെ അപൂർവമായ രാജ്യങ്ങൾക്ക് മാത്രമേ അമേരിക്ക ഈ ടോമഹോക്ക് മിസൈൽ കൈമാറിയിട്ടുള്ളൂ. അതിൽ ഇസ്രായേൽ പെടുന്നില്ല. ഇറാൻ്റെ പക്കൽ ഈ മിസൈലില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാദം അത് തെറ്റാണ്. അമേരിക്കയുടെ മിസൈലാണ്, ടോമഹോക്ക് മിസൈലാണ് മിനാബിലെ സ്കൂളിൽ പതിച്ചതും ഈ കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ ദാരുണമായ അവരുടെ കൊലപാതകത്തിൽ കലാശിച്ചതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.